എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ പൗളി ചേച്ചി അക്ഷര തെറ്റരുത്. എല്ലാവരും എന്നെ പോളി ചേച്ചി, പോളി വിൽസൺ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഞാൻ പൗളി വത്സൻ. ഈ സിനിമയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് പേര് മാറ്റം വന്നത്. അത് ശരിയാവില്ല കേട്ടോ. എല്ലാവരും എൻ്റെ ശരിക്കുള്ള പേര് വിളിക്കണം. എൻ്റെ പേര് പൗളി ചേച്ചി. അപ്പം ഞാൻ ഒരു കാര്യം എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പറയുകയാണെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ വേണമെന്ന്. ഈ ചേച്ചിക്ക് എന്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അറിയാനും പറയാനും ഒക്കെ പറ്റുമല്ല. എൻ്റെ നാട്ടുകാർ കുറച്ച് പേര് പുറത്തൊക്കെ പോയിട്ടുള്ള ആൾക്കാരെല്ലാവരും എൻ്റെ സിനിമ കാണും. അപ്പോൾ അവർ പറയും ചേച്ചിനോടൊന്ന് കാര്യങ്ങളൊക്കെ പറയാനൊന്നും പറ്റണില്ല, ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഞാനോട് ശരിയാണല്ലോ, ഇപ്പോൾ കൊറോണ എന്ന് വെറുതെ കാത്തിരിക്കുന്നു, എന്തെങ്കിലും ആവട്ടെ ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച കാര്യം എന്താണെന്നറിയും? ഇന്നലെ സ്റ്റേറ്റ് അവാർഡിൻ്റെ എല്ലാവരും സന്തോഷത്തിലാണല്ലോ അത് വാങ്ങിച്ചിട്ട്. എൻ്റെ സുഹൃത്തുക്കളാണ് പകുതി മുക്കാലും. മറ്റേ നമ്മുടെ സുരാജ്, ഞാൻ കൂടെ അഭിനയിച്ച ഒരു പടം വികൃതി, അതിനൊരു അവാർഡ് കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണല്ല അതിൽ പങ്കുവെച്ചതിൽ. അത് ഭയങ്കര സന്തോഷം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ ലിജോ പെല്ലിശ്ശേരിനോട്. എനിക്ക് 2 വർഷം മുമ്പ് ഒരു അവാർഡ് കിട്ടാനായിട്ട് നല്ലൊരു കഥാപാത്രം തന്നു എന്നെ അതിലേക്ക് കൊണ്ടുവന്നതിൽ വളരെ സന്തോഷം. ആ കഥാകൃത്തിനോട് PF നാറ്റ് പുള്ളിനോടും എനിക്കൊരു കടപ്പാടായി. എനിക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല ഇത്ര നല്ലൊരു വേഷം എനിക്ക് കിട്ടുമെന്നൊന്നും. അതെനിക്ക് ഭയങ്കര സന്തോഷം. അതിന് പ്രത്യേകിച്ച് ഞാൻ ലിജോനെ ഓർക്കിയത്. ലിജോന് ഇപ്പോഴും അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷപ്പെട്ടത്. ഒന്ന് കാണണം, സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്, പറ്റുന്നില്ല. അങ്ങനെ വീട്ടിലൊന്ന് വരണമെന്ന് എൻ്റെ ലിജോ പെല്ലിശ്ശേരിയുടെ അമ്മ വിളിച്ചിട്ടുണ്ട്, ഊണ് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. എന്തായാലും കൊറോണ കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ പേരക്കിടാവെന്ന് പറയാൻ പറ്റും, എൻ്റെ ബെന്നിയുടെ മോള് അന്നാബൻ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പം വളരെ സന്തോഷത്തോടുകൂടി ഒരു വൈപ്പിങ്ങരക്ക് ഒരു നേട്ടം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. എനിക്ക് ആ കൊച്ചിനെ വിളിച്ച് ഒന്ന് സന്തോഷം പറയാൻ പറ്റിയിട്ടില്ല, വിളിച്ചിട്ടൊന്നും കിട്ടില്ല, ഇപ്പം തിരക്കാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടോളാം. അങ്ങനെ അപ്പം നമുക്ക് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ, വീട്ടുകാര്യങ്ങൾ, നാട്ടുകാര്യങ്ങളും കുടുംബകാര്യങ്ങളും സിനിമയും നാടകവും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോട്ട് കളിച്ചിരിച്ചൊക്കെ ഇങ്ങനെ ഒരു ചാനൽ നമുക്ക് ഒരു പൊള്ളിക്കണം തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്താണ് അതിലൊരു സബ്സ്ക്രൈബ് ചെയ്യും, ബട്ടൺ അമർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നിച്ചാണ്. ഓക്കെ, സന്തോഷത്തോടെ.